ഗുഡ് മോർണിംഗ് ഓൾ. മാർക്കോ ചെയിൻ ഇതാണ് എൻ്റെ സെമിനാർ ടോപ്പിക്ക്. മാർക്കോ ചെയിൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് അല്ലെങ്കിൽ മോഡലിന് രൂപം കൊടുത്തിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് ആൻഡ്രേ മാർക്കോ എന്ന് പറയുന്ന റഷ്യൻ മാത്തമാറ്റീഷ്യനാണ്. 1906 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറൻറ്റ് നോൺ വേരിയബിൾസ് വെച്ചിട്ട് ഫ്യൂച്ചർ വേരിയബിൾസിൻ്റെ ബിഹേവിയറിനെ പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഈ മാർക്കോവ് ചെയിൻ എന്ന് പറയുന്നത്. നമ്മുടെ ഈ കാലത്ത് ഏറ്റവും വലിയ വലിയ MNCകൾ ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടെക്നിക്കാണ് ഈ മാർക്കോവ് ചെയിൻ എന്ന് പറയുന്നത്. കാരണം അവർക്ക് അവരുടെ ഫ്യൂച്ചർ വേരിയബിളിൻ്റെ ബിഹേവിയർ പ്രിഡിക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആ വേരിയബിൾ ഇപ്പോൾ കസ്റ്റമർ സർട്ടിഫിക്കേഷൻ ആവാം, അല്ലെങ്കിൽ കസ്റ്റമർ ബിഹേവിയർ ആവാം, ബ്രാൻഡ് സ്വിച്ചിങ്ങിനെ കുറിച്ചിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ കാഴ്ചപ്പാടുകളാകാം. ഇതെല്ലാത്തിനെയും കുറിച്ചിട്ടുള്ള ഒരു പ്രിഡിക്ഷൻ മുൻകൂട്ടി അറിയാൻ പറ്റുന്ന ഒരു ടെക്നിക്ക് അവരിപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ ഇൻട്രൊഡക്ഷനാണ് പറയുന്നത്. മാർക്കോ അനാലിസിസ് എന്താണെന്നുള്ളത് നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ആ മാത്തമാറ്റീഷ്യൻ പറഞ്ഞതുപോലെ തന്നെയാണിതും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറൻറ്റ് നോൺ പ്രോബബിലിറ്റീസ് അല്ലെങ്കിൽ കറൻറ്റ് നോൺ വേരിയബിൾസ് വെച്ചിട്ട് ഫ്യൂച്ചർ ഒക്കറൻസ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ബിഹേവിയർ ഓഫ് വേരിയബിൾസ് അതിനെക്കുറിച്ച് അറിയുന്നതിനെയാണ് ഈ മാർക്കോ അനാലിസിസ് എന്ന് പറയുന്നത്. ഈ മാർക്കോ അനാലിസിസ് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ ബിസിനസ്, ഡാറ്റ പ്രിഡിക്ഷൻ, മെഷീൻ ബ്രേക്ക് ഡൗൺ പ്രിഡിക്ഷൻ, യൂണിവേഴ്സിറ്റി എൻറോൾമെൻറ്റ് പ്രിഡിക്ഷൻ, സെയിൽസ് ഫോർകാസ്റ്റിംഗ്. ആ പോയിന്റ് ഇതിലില്ല, എന്നാലും നിങ്ങൾ ആഡ് ചെയ്യേണ്ട ഒരു പോയിൻ്റാണ് സെയിൽസ് ഫോർകാസ്റ്റിംഗ്, ബ്രാൻഡ് സ്വിച്ചിങ്. ഈ വക കാര്യങ്ങളിലൊക്കെ നമ്മൾ മാർക്കോ അനാലിസിസിൻ്റെ സഹായം എപ്പോഴും തേടാറുണ്ട്. നമുക്കറിയാം ഇപ്പോൾ ഉള്ള നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ നമുക്ക് നോൺ സോഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക് അൺനോൺ സോഴ്സ് അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് മുൻകൂട്ടി അറിയാൻ പറ്റുക എന്ന് പറയുന്നത് നമുക്കുണ്ടാവുന്ന ഈ സർപ്രൈസ് അറ്റാക്കുകളിൽ നിന്ന് നമുക്ക് മാക്സിമം എന്താ പറയുക ഷെൽട്ടർ തരും. നമുക്കിപ്പോൾ ഫ്യൂച്ചറിൽ ഉണ്ടാവാൻ പോകുന്ന ഒരു എന്താ പറയുക സർപ്രൈസ് അറ്റാക്കിന് നമുക്ക് ഒരു ഷെൽട്ടർ തരും, അല്ലെങ്കിൽ അത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെഷേഴ്സ് എടുക്കാനുള്ള ടൈം ഗ്യാപ്പ് വരെ കിട്ടും. അപ്പോൾ മാർക്കോ അനാലിസിസ് എന്ന് പറയുന്നത് ഈ നമുക്കറിയാവുന്ന നോൺ വേരിയബിൾസ് വെച്ചിട്ട് കറൻറ്റ് നോൺ വേരിയബിൾസ് വെച്ചിട്ട് ഫ്യൂച്ചറിൽ ഉണ്ടാവാൻ പോകുന്ന ഫ്യൂച്ചർ വേരിയബിൾസിൻ്റെ ബിഹേവിയറിനെ കുറിച്ച് അറിയുന്നതിനെ പറയുന്നതാണ് മാർക്കോവ് അനാലിസിസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ അപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്, ബാഡ് ഡെറ്റ് പ്രഡിക്ഷൻ, മെഷീൻ ബ്രേക്ക് ഡൗൺ പ്രഡിക്ഷൻ, യൂണിവേഴ്സിറ്റി എൻറോൾമെൻറ്റ് പ്രഡിക്ഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെയിൽസ് ഫോർകാസ്റ്റിംഗ്, ഇതൊക്കെയാണ്. ബിസിനസ്സിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഷെയർ അനാലിസിസ് ആണ്. നമുക്ക് ഈ മാസം വരുന്ന മാർക്കറ്റ് ഷെയർ പോലെയാണോ അടുത്ത മാസം വരിക, പിന്നെ ബാഡ് ഡെപ്റ്റിൻ്റെ കാര്യമായാലും ബ്രേക്ക് ഡൗണിൻ്റെ കാര്യമായാലും ഇപ്പോൾ ഉള്ളതുപോലെ തന്നെയാണോ അടുത്ത മാസം വരിക, അല്ലെങ്കിൽ അതിൽ കൂടുമോ അല്ലെങ്കിൽ അതിൽ കുറയുമോ എന്നിട്ടുള്ള പ്രഡിക്ഷനെ കുറിച്ചിട്ടുള്ള ആ പ്രഡിക്ഷനെ പറയുന്നതിനെയാണ് മാർക്കോ അനാലിസിസ് എന്ന് പറയുന്നത്. ഞാനൊരു എക്സാമ്പിൾ ഇവിടെ നിങ്ങൾക്ക് പറയാം. ഇപ്പോൾ നമ്മുടെ ഒരു കറൻറ്റ് മാർക്കറ്റിൽ രണ്ട് ബ്രാൻഡുകൾ ഉണ്ടെന്ന് വയ്ക്കുക. നല്ല കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള രണ്ട് ബ്രാൻഡുകളുണ്ട്. ഇപ്പോൾ ഒരു സോപ്പ് ആയിക്കോട്ടെ, അതിപ്പോൾ ഒരു ലൈഫ് ബോയും ഡെറ്റോളും ഉണ്ടെന്ന് വയ്ക്കുക. അപ്പോൾ ഇതിൽ ടോട്ടൽ കസ്റ്റമേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 20 ആണ്. ഈ 20ൽ ആദ്യത്തെ നമുക്ക് കറൻറ്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 പേര് ഡെറ്റോളും 10 പേര് ലൈഫ് ബോയ് എടുത്തെന്ന് വയ്ക്കുക. അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്ത മാസം ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞ് അടുത്തതിലേക്ക് എത്ര വരും, ഈ 10 എന്നുള്ളത് കുറയോ അല്ലയോ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഡെറ്റോളിന് 10 പേരുണ്ട്, ലൈഫ് ബോയിന് 10 പേരുണ്ട്, ഈ ലൈഫ് ബോയുടെ 10 പേര് കുറയോ, അല്ലെങ്കിൽ ഡെറ്റോളിൻ്റെ 10 പേര് ഇനി കൂടുമോ എങ്കിൽ ആ ഒരു എന്താ പറയുക ട്രാൻസിഷനെയാണ് നമ്മളിവിടെ ആ ഒരു ട്രാൻസിഷനെ കുറിച്ചിട്ടുള്ള നമുക്കറിയാൻ ആ ഒരു പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പിനെയാണ് ഈ മാർക്കോ അനാലിസിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം നമുക്ക് ഫ്യൂച്ചറിനെ കുറിച്ച് അറിയാൻ പറ്റുകയാണ്. ആ ഒരു വേരിയബിൾ എങ്ങനെയായിരിക്കുമെന്ന് അറിയുമ്പോൾ നമുക്ക് അതിന് വേണ്ടുള്ള മെഷർമെൻറ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ ഏറ്റവും കൂടുതൽ കമ്പനികൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് മാർക്കോ അനാലിസിസ്. ഇതൊരു മാത്തമാറ്റിക്കലാണ് കേട്ടോ, ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനാണ് ഇതൊക്കെ. ഫങ്ഷൻസ് ഓഫ് മാർക്കോ അനാലിസിസ് അതാണ് അടുത്ത ഹെഡ്. അപ്പോൾ അതിൽ വരുന്ന 4-5 പോയിന്റുകളുണ്ട്. അപ്പോൾ അതെന്താ നമുക്ക് നോക്കാം. എ ഫൈനൈറ്റ് നമ്പർ ഓഫ് പോസിബിൾ സ്റ്റേറ്റ്സ്. ഫസ്റ്റ് പോയിന്റ് നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ
മുന്നത്തെ എക്സാമ്പിളിൽ പറഞ്ഞതുപോലെ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ 20 കസ്റ്റമേഴ്സാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ എ ഫിനിറ്റ് നമ്പർ ഓഫ് പോസിബിൾ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റം വരാനുള്ള സാധ്യതകൾ എന്ന് പറയുന്നത് മിതമായ രീതിയിലാണ്. അപ്പോൾ അതാണ് ഒരു അസിംഷൻ, ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ചേഞ്ചിങ് സ്റ്റേറ്റ്സ് റിമെയിൻ ദ സെയിം ഓവർ ടൈം. ഒരു സമയപരിധി വരെ ഇതിൻ്റെ മാറ്റമൊന്നുമില്ലാതെ റിമെയിൻ സെയിം ആയിരിക്കും. എപ്പോൾ? ഒരു സമയപരിധി വരെ പ്രോബിലിറ്റി ഓഫ് ചേഞ്ചിങ് സ്റ്റേറ്റ്സ് റിമെയിൻസ് ദ സെയിം ഓവർ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ പറയുന്ന മൂന്നാമത്തെ പോയിന്റാണ് ഫ്യൂച്ചർ സ്റ്റേറ്റ് പ്രെഡിക്റ്റബിൾ ഫ്രം പ്രീവിയസ് സ്റ്റേറ്റ് ആൻഡ് ദ മെട്രിക്സ് ഓഫ് ട്രാൻസിഷൻ പ്രോബബിലിറ്റീസ്. നമ്മുടെ ഫ്യൂച്ചറും ഫ്യൂച്ചറിൽ വരുന്ന കാര്യങ്ങൾ നമുക്ക് നമ്മുടെ പ്രീവിയസ് സ്റ്റേറ്റ് അല്ലെങ്കിൽ കറണ്ട് സ്റ്റേറ്റും വെച്ചിട്ട് നമുക്ക് ഫ്യൂച്ചർ കാര്യങ്ങളെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു അസംഷനാണ് ഈ മാർക്കോ അനാലിസിസിലെ തേർഡ് പോയിന്റ് പറയുന്നത്. നമ്മുടെ പ്രീവിയസും അതേപോലെ കറൻ്റായിട്ടുള്ള കാര്യങ്ങളും വെച്ച് നമുക്ക് ഫ്യൂച്ചറിലുള്ള കാര്യങ്ങൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഒരു അസംഷനായിട്ട് തേർഡ് പോയിന്റ് പറയുന്നത്. പിന്നെ പറയുന്നതാണ് സൈസ് ആൻഡ് സ്റ്റേറ്റ് ഓഫ് ദ മേക്കപ്പ് ഓഫ് ദ സിസ്റ്റം ഡു നോട്ട് ചേഞ്ച് ഡ്യൂറിങ് ദ അനാലിസിസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു അനാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെടുത്ത പോപ്പുലേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ മാർക്കറ്റ് സൈസ്, ഇതിനൊന്നും ഒരു മാറ്റം വരില്ല എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ ദ ടോട്ടൽ നമ്പർ ഓഫ് മാനുഫാക്ചേഴ്സ് ആൻഡ് കസ്റ്റമേഴ്സ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മളെടുത്ത ഇതിനൊന്നും ഒരിക്കലും മാറ്റം വരില്ല എന്ന് പറയുന്നത്. നമ്മളെടുത്ത എന്താണോ കാര്യങ്ങൾ അതിന് മാറ്റം വരില്ല ഇപ്പോൾ നമ്മൾ ഈ അനാലിസിസ് നടത്തിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ നമ്മൾ ആ ഒരു അനാലിസിസിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നാണ് പറയുന്നത്. പിന്നെ പറഞ്ഞ സ്റ്റേറ്റ്സ് ആർ കളക്റ്റീവ്ലി എക്സോസ്റ്റീവ് അല്ലെങ്കിൽ ഓൾ പോസിബിൾ സ്റ്റേറ്റ്സ് ഹാവ് ബീൻ ഐഡൻറ്റിഫൈഡ്. നമുക്ക് തന്നിരിക്കുന്നത് കാര്യം നമ്മൾ ഒരു സ്റ്റേജിൽ നിന്ന് വേറൊരു സ്റ്റേജിലേക്ക് മൂവ് ഓൺ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഒന്നല്ലെങ്കിൽ നമ്മൾ ഡിറ്റർമിൻ ചെയ്തതാവും അല്ലെങ്കിൽ നമ്മൾക്ക് ഗീവൺ ആയിരിക്കും, അതിൽ നമുക്ക് തന്നിട്ടുള്ളതായിരിക്കും. അടുത്തത് പറയണത് സ്റ്റേറ്റ്സ് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്, ഓൺലി വൺ സ്റ്റേറ്റ് അറ്റ് എ ടൈം ഈസ് പോസിബിൾ. ഓൺലി വൺ സ്റ്റേറ്റ് അറ്റ് എ ടൈം ഈസ് പോസിബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സമയത്ത് ഓൺലി വൺ സ്റ്റേറ്റ് അറ്റ് എ ടൈം ഈസ് പോസിബിൾ, ഒരു സമയത്ത് ഒരു മാറ്റം മാത്രമാണ് പോസിബിൾ എന്നാണ് ആ ഒരു കാര്യത്തിൽ പറയുന്നത്. സ്റ്റേറ്റ് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. അതിൻ്റെ അടിയിൽ ജസ്റ്റ് അത് സിമ്പിളാക്കി തന്നെ കൊടുത്തിട്ടുണ്ട്, ഓൺലി വൺ സ്റ്റേറ്റ് അറ്റ് എ ടൈം ഈസ് പോസിബിൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മെയിൻലി 5 പോയിന്റ് എപ്പോഴും ഒന്ന് മനസ്സിൽ വെച്ചിരിക്കുക. കാരണം എല്ലാ ഗൈഡുകളിലും നോക്കുമ്പോൾ ഈ ഫസ്റ്റത്തെ 5 പോയിന്റുകളും കാണിക്കുന്നുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറഞ്ഞ് കാണിക്കുന്നതാണ് അസംഷൻസ് ഓഫ് ഈ മാർക്കോ അനാലിസിസിൽ. ആണ് അപ്ലിക്കേഷൻസ് ഓഫ് മാർക്കോ ചെയിൻ അല്ലെങ്കിൽ മാർക്കോ അനാലിസിസ്, മാർക്കോ പ്രോസസ്സ്. ഇങ്ങനെ എന്ത് കണ്ടാലും ഇത് സെയിം തന്നെയാണ്, മീനിങ് ഒക്കെ സെയിം തന്നെയാണ്. മാർക്കോ ചെയിൻ എന്ന് പറയും, മാർക്കോ അനാലിസിസ് എന്ന് പറയും, മാർക്കോ പ്രോസസ്സ് എന്ന് പറയും, ഇതെല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ ഇതിലൊരു 5 പോയിൻ്റാണ് കാണിക്കുന്നത്, പക്ഷെ അത് പോരാ, കുറച്ചുകൂടി പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യണം. അത് ഞാൻ പറയാം, ആ ടൈമിൽ നിങ്ങളത് എവിടെയെങ്കിലും നോട്ട് ചെയ്താൽ മതി. അപ്പോൾ ഫസ്റ്റത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ടു ഡിസ്ക്രൈബ് കൺസ്യൂമർ ബിഹേവിയർ. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൺസ്യൂമർ ബിഹേവിയർ ഡിസ്ക്രൈബ് ചെയ്യുവാനും അതിനെക്കുറിച്ച് ആ ഒരു കൺസ്യൂമർ ബിഹേവിയർ ഫ്യൂച്ചറിൽ ആ ഒരു ബിഹേവിയർ എങ്ങനെയായിരിക്കും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു ടെക്നിക്കാണ്. അല്ലെങ്കിൽ അവിടെയാണ് നമ്മൾ ആ ഒരു മാർക്കോ ചെയിനെ നമ്മൾ അപ്ലിക്കബിൾ ആക്കുന്നത്, അല്ലെങ്കിൽ അവിടെയാണ് ആ മാർക്കോ ചെയിൻ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. യൂസ് ടു ഡിസ്ക്രൈബ് കൺസ്യൂമർ ബിഹേവിയറിനെ കുറിച്ച് അറിയുവാനും അത് ഫ്യൂച്ചറിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ച് നേരിടുവാനും വേണ്ടിയിട്ടാണ് നമ്മൾ മാർക്കോ ചെയിൻ്റെ അപ്ലിക്കേഷൻസ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. പിന്നത്തെ കാര്യമാണ് യൂസ്ഡ് ഫോർ ഫോർകാസ്റ്റിംഗ് ലോങ് ടേം മാർക്കറ്റ് ഷെയർ ഇൻ ഒളിഗോപോളിസ്റ്റിക് മാർക്കറ്റ്. നമുക്കറിയാം ഒളിഗോപോളിസ്റ്റിക് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ മാർക്കറ്റാണ്. അവിടെ മിതമായാണ് നമ്മുടെ ഫേംസ് എന്നത് മിതമായ നിരക്കിലാണ്. അപ്പോൾ അവിടെ എന്ന് പറയുന്നത് യൂസ്ഡ് ഫോർ ഫോർകാസ്റ്റിംഗ് ലോങ് ടേം മാർക്കറ്റ് ഷെയർ ഇൻ ഒളിഗോപോളിസ്റ്റിക് മാർക്കറ്റ്. അപ്പോൾ ഈ ലോങ് ടേം മാർക്കറ്റ് ഷെയറിനെ കുറിച്ച് ഫോർകാസ്റ്റ് ചെയ്യുവാനും അത് ഫ്യൂച്ചറിൽ എങ്ങനെയായിരിക്കും, കൂടുമോ കുറയോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അതിനെക്കുറിച്ച് വേണ്ട മെഷർമെൻറ്റും കാര്യങ്ങളും എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാർക്കോ ചെയിൻ്റെ സഹായം തേടുന്നുണ്ട്. പിന്നത്തെ കാര്യമാണ് ബ്രാൻഡ് ലോയലിറ്റി ആൻഡ് കൺസ്യൂമർ ബിഹേവിയർ ഇൻ ദ സെയിം ക്യാൻ ബി അനലൈസ്ഡ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബ്രാൻഡ് ലോയാലിറ്റി അറിയാനും കസ്റ്റമർ ബിഹേവിയർ, ആ ഒരു പാറ്റേൺ എങ്ങനെയാണ്, കസ്റ്റമർ പാറ്റേൺ എങ്ങനെയാണ്, ബ്രാൻഡ് ലോയാലിറ്റി, ഈ കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട്. ഈ മാർക്കോ ചെയിൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പിന്നെയും അനലൈസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്.
പിന്നത്തെ പറയുന്നതാണ് യൂസ്ഫുൾ ഇൻ പ്രഡിക്ഷൻ ഓഫ് ബ്രാൻഡ് സ്വിച്ചിങ് ആൻഡ് ദെയർ എഫക്റ്റ് ഓൺ ഇൻഡിവിജ്വൽ മാർക്കറ്റ് ഷെയർ. പിന്നത്തെ ഇൻഡിവിജ്വൽ മാർക്കറ്റ് ഷെയറിൽ ഈ ബ്രാൻഡ് സ്വിച്ചിങ് കാരണം ഉണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, ആ ഒരു മാറ്റങ്ങൾ വന്ന് വരുമ്പോൾ നമ്മൾ എടുക്കേണ്ട തീരുമാനങ്ങൾ, ഈ മാറ്റങ്ങൾ എങ്ങനെ വരും എന്നുള്ള കാര്യങ്ങളൊക്കെ മുൻകൂട്ടി അറിയുവാൻ നമ്മൾ മുൻകൂട്ടി പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കും കൂടിയാണ് ഈ മാർക്കോവ് ചെയിൻ എന്ന് പറയുന്നത്. പിന്നത്തെ ഇമ്പോർട്ടൻ്റ് നമ്മൾ കേട്ട് പരിചയമുള്ളതാണ് സെയിൽസ് ഫോർകാസ്റ്റിംഗ്. സെയിൽസ് ഫ്യൂച്ചറിൽ ഉണ്ടാവുന്ന സെയിൽസ് നമ്മളിപ്പോൾ തന്നെ പ്രിഡിക്റ്റ് ചെയ്ത് വെച്ച് അതിന് വേണ്ട മെഷറും കാര്യങ്ങളും എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാർക്കോവ് ചെയിൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ സെയിൽസ് ഫോർകാസ്റ്റിംഗ് എന്നൊക്കെ എന്ന് പറയുന്നത് കാരണം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മാർക്കോവ് ചെയിൻ എന്തായാലും യൂസ് ചെയ്യേണ്ട ഒരു ഏരിയയാണ് ഈ സെയിൽസ് ഫോർകാസ്റ്റിംഗ്. മേലെ പറഞ്ഞതുമാണ്, പക്ഷേ ഇത് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സെയിൽസ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ബിഗ് കമ്പനീസ് എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഈ മാർക്കോവ് ചെയിൻ. കാരണം ഒരു കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ മെയിൻ ഭാഗം കണക്കാക്കുന്ന അവരുടെ സെയിൽസ് ആണ്. ഇപ്പോൾ സെയിൽസ് ഡള്ളാവും തോറും അവരുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ MNCകൾ ശ്രദ്ധിക്കുന്നതും ഫോക്കസ് ചെയ്യുന്ന പാർട്ട് എന്ന് പറഞ്ഞാൽ സെയിൽസ് ഫോർകാസ്റ്റിങ്ങിൻ്റെ മേലെയാണ് നമ്മൾ ഈ മാർക്കോവ് ചെയിൻ എപ്പോഴും യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ മാർക്കോവ് ചെയിൻ കൊണ്ട് ഉപകാരം മാർക്കോവ് ചെയിൻ വെച്ച് നമ്മൾ സെയിൽസ് ഫോർകാസ്റ്റിങ്ങിൻ്റെ കാര്യങ്ങളെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ പറഞ്ഞത് മാർക്കോവ് ചെയിൻ എന്ന് പറയുന്നത്. ഇനി കുറച്ച് അഡീഷണൽ പോയിന്റ്സ് ആണ്. ആ അഡീഷണൽ പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ പ്ലാനിങ് പേഴ്സണൽ നീഡ്സ്, അത് നിങ്ങൾ നോട്ട് ചെയ്യണം, ഇതിലില്ല. ഫോർ പ്ലാനിങ് പേഴ്സണൽ നീഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എംപ്ലോയിങ് റിക്വയർമെൻറ്റ്സ് അല്ലെങ്കിൽ ഹ്യൂമൻ പവർ അല്ലെങ്കിൽ പേഴ്സണൽ നീഡ്സ് ഇതിനെ കുറിച്ചിട്ട് അറിയുവാനും നമ്മൾ ഈ മാർക്കോവ് ചെയിൻ എന്ന് പറയുന്ന കാര്യങ്ങൾ അറിയുന്നുണ്ട്. പിന്നത്തെ പറയുന്ന പോയിന്റാണ് സ്റ്റഡി ദ സ്റ്റോക്ക് പ്രൈസ് മൂവ്മെൻറ്റ്. സ്റ്റോക്ക് പ്രൈസ് മൂവ്മെൻറ്റ്, ഈ മാർക്കറ്റിൽ ഉണ്ടാകുന്ന സ്റ്റോക്ക് പ്രൈസ് മൂവ്മെൻറ്റ്സിനെ കുറിച്ച് അറിയുവാനും നമ്മൾ ഈ മാർക്കോവ് ചെയിൻ അപ്ലിക്കബിൾ ആക്കുന്നുണ്ട്, അല്ലെങ്കിൽ മാർക്കോവ് ചെയിൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽപ്പ് ടു പ്രെഡിക്റ്റ് മെഷീൻ ബ്രേക്ക് ഡൗൺ ആൻഡ് മെയിൻ്റനൻസ്. നോട്ട് ചെയ്യുക, ഹെൽപ്പ് ടു പ്രിഡിക്റ്റ് മെഷീൻ ബ്രേക്ക് ഡൗൺ ആൻഡ് മെയിൻ്റനൻസ്. നമ്മുടെ മെഷീൻ ബ്രേക്ക് ഡൗൺ ആവാനുള്ള ചാൻസും കാര്യങ്ങളും അതിൻ്റെ മെയിൻ്റനൻസിനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് ബിഹേവിയർ ഓഫ് അക്കൗണ്ട്സ്. ഇപ്പോൾ നമ്മുടെ ഫിനാൻഷ്യലായിട്ട് കണക്കാക്കുമ്പോൾ ഈ ബിൽസ് റിസീവബിൾ, ബിൽ പേയബിൾ, ഇവരുടെയൊക്കെ ബിഹേവിയറും കാര്യങ്ങളും അനലൈസ് ചെയ്ത് അതിനെ പറ്റിയൊരു സ്റ്റഡി നമുക്ക് അതിനെക്കുറിച്ചൊരു അറിയാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ മാർക്കോവ് ചെയിനും കാര്യങ്ങളും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഹെൽപ്പ് ടു പ്രെഡിക്റ്റ് മാർക്കറ്റ് ഷെയർ. നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാർക്കറ്റ് ഷെയർ ഇപ്പോൾ ഈ ആഴ്ച ഉള്ള പോലെ അല്ലെങ്കിൽ ഈ മാസമുള്ള പോലെ അല്ല അടുത്ത മാസം ഉണ്ടായിരിക്കുക. അത് ചിലപ്പോൾ കൂടാം കുറയാം, ചിലപ്പോൾ ആഫ്റ്റർ ലോസ് തന്നെ വരാനുള്ള കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനും മെഷർ എടുക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ മാർക്കോവ് ചെയിൻ യൂസ് ചെയ്യുന്നതാണ്. ഇതൊക്കെയാണ് അപ്ലിക്കേഷൻസ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ആഡ് ചെയ്ത പോയിന്റ് ഞാൻ ഒന്നുകൂടി പറയാം, നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്യുക. ഫോർ പ്ലാനിങ് പേഴ്സണൽ നീഡ്സ്, സ്റ്റഡി ദ സ്റ്റോക്ക് പ്രൈസ് മൂവ്മെൻറ്റ്, പിന്നെ ഹെൽപ്പ് ടു പ്രെഡിക്റ്റ് മെഷീൻ ബ്രേക്ക് ഡൗൺ ആൻഡ് മെയിൻ്റനൻസ്. പിന്നത്തെ പോയിന്റ് ഹെൽപ്പ് ടു പ്രൊഡക്റ്റ് മാർക്കറ്റ് ഷെയർ. പിന്നെ പറയുന്നത് അനലൈസ് ബിഹേവിയർ ഓഫ് അക്കൗണ്ട്സ്. ഈ അഡീഷണലായിട്ട് ഞാനൊരു 5 പോയിന്റാണ് പറഞ്ഞത്, ഇതിലില്ലാത്ത 5 പോയിന്റാണിത്. അപ്പോൾ അത് എന്തായാലും നിങ്ങൾ എവിടെയെങ്കിലൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാരണം പോയിന്റുകൾ എഴുതുക, ഏറ്റവും കൂടുതൽ പോയിന്റ്സ് ആണ് ഇപ്പോൾ റെഫർ ചെയ്ത കാര്യങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പോൾ മാർക്കോവ് ചെയിൻ അല്ലെങ്കിൽ മാർക്കോ പ്രോസസ്സ് ഇതിൻ്റെയൊക്കെ അപ്ലിക്കേഷൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിതും ആഡ് ചെയ്ത് കൊടുക്കാം. അഡ്വാൻറ്റേജസ് ഓഫ് മാർക്കോ മോഡലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് പോയിൻ്റാണ് മാർക്കോ മോഡൽസ് ആർ റിലേറ്റീവ്ലി ഈസി ടു ഡിറൈവ് ഫ്രം സക്സഷണൽ ഡാറ്റ. ഒരു പിന്തുടർച്ചയായി കിട്ടുന്ന ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡാറ്റയിൽ നിന്ന് നമുക്ക് മാർക്കോ മോഡൽ ഈസി ആയിട്ട് ഡിറൈവ് ചെയ്യാമെന്നാണ് പറയുന്നത്. പിന്നത്തെ സെക്കൻഡ് പോയിന്റ് ഡസ് നോട്ട് റിക്വയർ ഡീപ്പ് ഇൻസൈറ്റ് ഇൻ ടു ദ മെക്കാനിസം ഓഫ് ഡൈനാമിക് ചേഞ്ച്. ഈ ഒരു ഡൈനാമിക് ചേഞ്ച് ആയിട്ടുള്ള എൻവിറോൺമെൻറ്റിൽ നമ്മൾ അധികം ശ്രദ്ധ പുലർത്തേണ്ട ആവശ്യമില്ല. ഈ മാർക്കോ മോഡൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധ ആവേണ്ട ആവശ്യമില്ല മാർക്കോ മോഡലുള്ള കാരണം എന്നാണ് സെക്കൻഡ് പോയിന്റ് പറയുന്നത്. പിന്നത്തെ തേർഡ് പോയിന്റ് ക്യാൻ ഹെൽപ്പ് ടു ഇൻഡിക്കേറ്റ് ഏരിയാസ് വെർ ഡീപ്പ് സ്റ്റഡി വുഡ് ബി വാല്യുബിൾ ആൻഡ് ഹെൻസ് ആക്ട് ആസ് എ ബോത്ത് ഗൈഡ് ആൻഡ് സ്റ്റിമുലേറ്റഡ് ടു ദ ഫർദർ റിസർച്ച്. നമുക്ക് എവിടെയാണോ ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റഡി വേണ്ടതെന്നുള്ളത് നമുക്ക് ഈ മാർക്കോ മോഡൽ നമുക്ക് കാണിച്ചു തരികയും ഒരു ഗൈഡായിട്ട് ആക്ട് ചെയ്യും. പിന്നെ ഒരു സ്റ്റിമുലേറ്റർ, നമ്മൾ ഫ്യൂച്ചർ
റിസർച്ചിന് വേണ്ടതായിട്ടുള്ള ഹെൽപ്പും ഒരു സ്റ്റിമുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യാനും ഈ മാർക്കോ മോഡലിന് സാധിക്കുമെന്നാണ് പറയുന്നത്. ലിമിറ്റേഷൻസ് ഓഫ് മാർക്കോ മോഡലാണ് പറയുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ലിമിറ്റേഷൻസിൻ്റെ പോയിൻ്റാണ് പറയുന്നത്. കസ്റ്റമേഴ്സ് ഡു നോട്ട് ഓൾവേസ് ബൈ പ്രൊഡക്റ്റ് ഇൻ സെർട്ടൈൻ ഇൻ്റർവൽസ് ആൻഡ് ദേ ഡു നോട്ട് ഓൾവേസ് ബൈ ദ സെയിം എമൗണ്ട് ഓഫ് സെർട്ടൈൻ പ്രൊഡക്റ്റ്. കസ്റ്റമേഴ്സ് എപ്പോഴും ഒരു സെർട്ടൈൻ ടൈം ഇൻ്റർവെല്ലിൽ എന്താ പറയുക, ഒരു സെയിം എമൗണ്ട് ആയിട്ടുള്ള ഒരു സെർട്ടൈൻ പ്രൊഡക്റ്റ് എപ്പോഴും വാങ്ങണമെന്നില്ല. പിന്നത്തെ പോയിന്റ് പറയുന്നതാണ് ടു ഓർ മോർ ബ്രാൻഡ് മേ ബി ബോട്ട് അറ്റ് ദ സെയിം ടൈം. ഒരു കസ്റ്റമർ എപ്പോഴും രണ്ടിലധികമോ ബ്രാൻഡ് വാങ്ങിയേക്കാം. ഒരു ബ്രാൻഡിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യണമെന്നില്ല. ഈ സെയിം ടൈമിൽ രണ്ടിലധികമോ ബ്രാൻഡ് വാങ്ങാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നത്തെ കാര്യം പറയുന്നത് customers always enter and leave market and therefore market are never stable. മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേജല്ല. കാരണം പലതരത്തിലുള്ള കസ്റ്റമേഴ്സ് വരികയും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജാണ് ഈ മാർക്കറ്റ് എന്ന് പറയുന്നത്. പിന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ട്രാൻസിഷൻ പ്രോബബിലിറ്റി ഓഫ് എ കസ്റ്റമർ സ്വിച്ചിങ് ഫ്രം എൻ ഐ ബ്രാൻഡ് ടു എൻ ജെ ബ്രാൻഡ് ആർ നോട്ട് കോൺസ്റ്റന്റ് ഫോർ ഓൾ കസ്റ്റമേഴ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ ഒരു പർട്ടിക്കുലർ ബ്രാൻഡിൽ നിന്ന് വേറൊരു ബ്രാൻഡിലേക്ക് മാറുന്നത് പോലെ എല്ലാ കസ്റ്റമേഴ്സും അങ്ങനെ മാറിക്കൊണ്ടിരിക്കണമെന്നില്ല. ഓരോ കസ്റ്റമേഴ്സിന്റെ മൈൻഡ് സെറ്റും ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നത്തെ എന്ന് പറയുന്നത് പറഞ്ഞാൽ ദീസ് ട്രാൻസാക്ഷണൽ പ്രോബബിലിറ്റീസ് മേ ചേഞ്ച് അക്കോർഡിംഗ് ടു ദ ആവറേജ് ടൈം ബിറ്റ്വീൻ ബൈയിങ് സിറ്റുവേഷൻ. ഈ ബൈയിങ് സിറ്റുവേഷൻ്റെ ഇടയിലുള്ള ടൈം കാരണം നമ്മുടെ ഈ ട്രാൻസാക്ഷണൽ പ്രോബബിലിറ്റീസ് ചേഞ്ച് ആവാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നത്തെ കാര്യം ദ ടൈം ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ബൈയിങ് സിറ്റുവേഷൻ മേ ബി എ ഫങ്ഷൻ ഓഫ് ദ ലാസ്റ്റ് ബ്രാൻഡ് ബോട്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയ ബ്രാൻഡ് എങ്ങനെയാണോ അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ വർക്കിങ്ങിനെ അനുസരിച്ചിട്ടാണ് നമ്മൾ ഇനി വാങ്ങാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ ആ ബ്രാൻഡ് തന്നെ വാങ്ങുമോ അല്ലെങ്കിൽ അതിനേക്കാൾ നല്ലത് വാങ്ങുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ പ്രീവിയസ് ആയിട്ടുള്ള ആക്ഷൻ അല്ലെങ്കിൽ പ്രീവിയസ് ആയിട്ട് ആ പ്രൊഡക്റ്റിൻ്റെ ആക്ഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അതിനെക്കുറിച്ചുള്ള ഒരു തീരുമാനം എടുക്കുന്നത്. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ അതർ ഏരിയാസ് ഓഫ് മാർക്കറ്റിംഗ് എൻവിറോൺമെന്റ് സച്ച് ആസ് സെയിൽസ്, പ്രൊമോഷൻ, അഡ്വർടൈസിങ്, കോമ്പറ്റീഷൻ എക്സെട്ര were not included in this മോഡൽ. ഈ മാർക്കോ മോഡലിൽ എന്താ പറയുക, മാർക്കറ്റിംഗ് ടൂൾസ് ആയിട്ടുള്ള അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിൽ ഏറ്റവും കൂടുതൽ അത്യാവശ്യം മാർക്കറ്റിംഗ് എൻവിറോൺമെന്റിൽ പിടിച്ചു നിൽക്കാൻ വേണ്ട സെയിൽസ്, പ്രൊമോഷനും അഡ്വർടൈസിങ്ങും കാര്യങ്ങളൊന്നും ഈ മാർക്കോ മോഡലിൽ ഇൻക്ലൂഡഡ് അല്ല. അതൊരു വലിയ ലിമിറ്റേഷൻസ് ആയിട്ടാണ് കാണപ്പെടുന്നത്. മാർക്കോ പ്രോസസ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മാർക്കോ പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ യൂട്ടിലൈസ്ഡ് ദേ ക്യാൻ സ്റ്റേറ്റ് ദ പ്രോബബിലിറ്റി ഓഫ് സ്വിച്ചിങ് ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ അറ്റ് എ ഗിവൺ പീരീഡ് ഓഫ് ടൈം. ഒരു കാര്യം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു സ്റ്റേറ്റിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു മാറ്ററിൽ നിന്ന് വേറൊരെണ്ണത്തിലേക്ക് സ്വിച്ച് ചെയ്യുന്നതിന് ആ ഒരു ഗിവൺ പീരീഡിൽ സ്വിച്ച് ചെയ്യുന്നതിൻ്റെ പ്രോബബിലിറ്റിയിൽ ആ ഒരു പ്രോസസ്സിനെ പറയുന്നതാണ് മാർക്കോ പ്രോസസ്സ് എന്ന് പറയുന്നത്. അതിൽ കുറച്ച് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ആ 2 എക്സാമ്പിൾ നമുക്ക് നോക്കാം. ദ പ്രോബബിലിറ്റി ദാറ്റ് എ പേഴ്സൺ ബൈയിങ് കോൾഗേറ്റ് ദിസ് പീരീഡ് വിൽ പർച്ചേസ് ക്രസ്റ്റ് നെക്സ്റ്റ് പീരീഡ്. ഇപ്പോൾ ഒരു പേഴ്സൺ ഒരു കോൾഗേറ്റ് വാങ്ങിയെങ്കിൽ അടുത്ത പീരീഡ് അല്ലെങ്കിൽ നെക്സ്റ്റ് ടൈം പീരീഡിൽ അയാൾ ക്രസ്റ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ വേറൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ കോൾഗേറ്റ് ഒഴികെ വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റ് ആയിരിക്കാം ബൈ ചെയ്യുന്നത്. പിന്നെ പറയുന്നത് ദ പ്രോബബിലിറ്റി ദാറ്റ് എ മെഷീൻ ദാറ്റ് ഈസ് വർക്കിംഗ് പ്രോപ്പർലി ദിസ് പീരീഡ് വിൽ ബ്രേക്ക് ഡൗൺ ദ നെക്സ്റ്റ് പീരീഡ്. ഇപ്പോൾ നന്നായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെഷീൻ അടുത്ത പീരീഡിൽ അത് ബ്രേക്ക് ഡൗൺ ആകാം എന്നാണ് പറയുന്നത്. റാൻഡം പ്രോസസ്സ് അഥവാ മാർക്കോ പ്രോസസ്സ് നമ്മൾ മേലെ പറഞ്ഞത് തന്നെയാണ്. പക്ഷേ ഈ നല്ലൊരു എക്സാമ്പിൾ ആയതുകൊണ്ടാണ് ഞാനിത് ആഡ് ചെയ്തത്. അപ്പം നിങ്ങൾ ഈ എക്സാമ്പിൾ ഒന്ന് വായിക്കണം. കുറച്ച് ലെങ്തി ആയി കാരണം ഞാനത് നോക്കുന്നില്ല. അടിയിൽ കൊടുത്ത ഈ 3 സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് ദ pool is blue, the probability of it staying blue is about 80%. Otherwise it's turn blue or green. ഈ പൂള് ബ്ലൂ ആയിട്ട് നിൽക്കാൻ 80% പ്രോബബിലിറ്റി ആണുള്ളത്. പിന്നെ പറയുന്നത് അതർവൈസ് ഇറ്റ്സ് ടേൺ ബ്ലൂ ഓർ ഗ്രീൻ, അല്ലെങ്കിൽ അതർവൈസ് ഇറ്റ്സ് ടേൺ ബ്ലൂ ഓർ ഗ്രീൻ, പച്ചയല്ലെങ്കിൽ നീലയായി നിൽക്കും. 80% നീലയായി നിൽക്കാനാണ്, അതല്ലെങ്കിൽ നീലയോ പച്ചയായിട്ട് നിൽക്കാമെന്നാണ് ഈ ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. സെക്കൻഡ് എന്ന് പറയുന്നത് ഇഫ് ദ പൂൾ ഈസ് ബ്ലൂ ഓർ ഗ്രീൻ
there is equal probability of remaining blue or green or turning blue or green. പച്ചയും നീലയുമായി നിലനിൽക്കാനുള്ള അതേ പ്രോബബിലിറ്റി തന്നെയാണ് പച്ചയും നീലയുമായി മാറാനുള്ള പ്രോബബിലിറ്റി, ഈക്വൽ പ്രോബബിലിറ്റിയാണ് എന്നാണ് സെക്കൻഡ് പോയിന്റ് പറയുന്നത്. തേർഡ് പോയിന്റ് പറയുന്നത് ഇഫ് ദ പൂൾ ഈസ് ഗ്രീൻ ദർ ഈസ് എ 60% ഓഫ് പ്രോബബിലിറ്റി റിമൈനിങ് ഗ്രീൻ, അതർവൈസ് ദ പൂൾ ടേൺസ് ബ്ലൂ ഓർ ഗ്രീൻ. ഈ പൂള് പച്ച നിറത്തിൽ നിൽക്കാൻ 60% പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താ പറയുക പച്ചയായി നിൽക്കാനാണ്. അതല്ലെങ്കിൽ നീലയോ പച്ചയോ ആയി മാറാനും ചാൻസ് ഉണ്ടെന്നാണ്. അല്ലെങ്കിൽ അതർവൈസ് ചാൻസ് അല്ല, അതർവൈസ് ആ പൂളിന്റെ കളർ ബ്ലൂ ഓർ ഗ്രീൻ 60% പച്ചയായിട്ട് നിൽക്കാനും അതല്ലെങ്കിൽ ബ്ലൂ ഓർ ഗ്രീൻ ആയിട്ട് നിൽക്കാനും ഉണ്ടെന്നാണ് ഈ റാൻഡം പ്രോസസ് അല്ലെങ്കിൽ മാർക്കോ പ്രോസസ്സ് എന്ന് പറയുന്നത്. നല്ല രീതിയിൽ നമുക്ക് ഈ എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാൻ പറ്റിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചിലവർക്ക് കിട്ടാൻ ചിലപ്പോൾ ഒരു ടൈം ഡിലേ വന്നെന്നിരിക്കും, പക്ഷെ അതൊന്ന് നന്നായി വായിച്ചു നോക്കി കഴിഞ്ഞാൽ ഈ 3 സ്റ്റേറ്റ്മെന്റ് നമുക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റുകളാണ്. അക്കൗണ്ട് റിസീവബിൾ. നമുക്കറിയാം അക്കൗണ്ട് റിസീവബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിന്, അതായത് നമ്മൾ പ്രൊവൈഡ് ചെയ്ത സർവീസസിനും ഗൂഡ്സിനും പൈസ തരാനുള്ളവരാണ്. ഫ്യൂച്ചറിൽ നമുക്ക് കിട്ടാനുള്ള പൈസ കിട്ടാനുള്ള ഒരു സോഴ്സാണ് ഈ അക്കൗണ്ട് റിസീവബിൾസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ അസറ്റായിട്ട് കണക്കാക്കുകയും ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിലാണ് ഇത് പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത്. പിന്നെ പറയുന്നത് അക്കൗണ്ട് റിസീവബിൾ ആൻഡ് അക്കൗണ്ട് പേയബിൾ. നമുക്കറിയാം അക്കൗണ്ട് പേയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൈസ കൊടുക്കാനുള്ളതാണ്. നമ്മൾ ഡെപ്റ്റ് വരുത്തിയിട്ടുള്ള സപ്ലയേഴ്സിനും അല്ലെങ്കിൽ അതർ പാർട്ടീസിനും നമ്മൾ കൊടുക്കാനുള്ളതിനെയാണ് അക്കൗണ്ട് പേയബിൾസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ഈ എന്താ പറയുക, ഇഫ് എ കമ്പനി എ റെൻഡർ എ സർവീസസ് ടു കമ്പനി ബി ആൻഡ് സെൻഡ് ടു എ ബിൽ ഓഫ് സർവീസസ്, കമ്പനി ബി ഓൺസ് ദ മണി സോ ഇറ്റ് റെക്കോർഡ്സ് the invoice in its account payable column. Company A is waiting to receive the money, so it's record the bill in its account receivable column. അതായത് സിമ്പിളായിട്ട് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ട് റിസീവബിൾസും അക്കൗണ്ട് പേയബിളും അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളുമാണ് പറയുന്നതുള്ളൂ. നമുക്ക് അടുത്ത ഒരു ഇതിൽ വ്യക്തമായിട്ട് അത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫേമിൽ ഈ അക്കൗണ്ട് റിസീവബിൾ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഓഫൺ മോഡൽഡ് ആസ് ആൻ അബ്സോർബിങ് മാർക്കപ്പ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മുടെ ഒരു ഫേമിൽ ഒരു 3 മാസത്തിന് മേലെ നമുക്ക് പൈസ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളുമാണ് ഇനി പറയുന്നത്. ദെൻ അറ്റ് ദ ബിഗിനിങ് ഓഫ് ഈച്ച് മന്ത് ഈച്ച് അക്കൗണ്ട് മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്. ഈ സ്റ്റേറ്റ് 1 തൊട്ട് സ്റ്റേറ്റ് 6 വരെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പറയുന്നത് എങ്ങനെയാണെന്നാണ്. അപ്പോൾ ഫസ്റ്റ് പറയുന്ന ഒരു ന്യൂ അക്കൗണ്ട്, പുതിയ അക്കൗണ്ട് ഉണ്ടാക്കുകയാണ്. സ്റ്റേറ്റ് 2 എന്ന് പറഞ്ഞാൽ പേയ്മെന്റ് ഓൺ അക്കൗണ്ട് ഈസ് 1 മന്ത് ഓവർ ഡ്യൂ ആക്കി കണക്കാക്കപ്പെടുന്നു. അതേപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് 4 വരെ ഇത് പറയുന്നത് പേയ്മെന്റ് ഓൺ അക്കൗണ്ട് ഈസ് 3 മന്ത്സ് ഓവർ ഡ്യൂ, 3 മാസത്തിന് മേലെ വരെ കിട്ടിയിട്ടില്ല എന്നാണ് കണക്കാക്കുന്നത്. സ്റ്റേറ്റ് 5 അക്കൗണ്ട് ഹാസ് ബീൻ പെയ്ഡ് എന്നും സ്റ്റേറ്റ് 6 അക്കൗണ്ട് ഈസ് റിട്ടേൺ ഓഫ് എസ് ബാഡ് അപ്പ്, കിട്ടാക്കടമായെന്നത് എഴുതി തള്ളുകയാണ് ചെയ്യുന്നത്. ഫായിസ് ഇതിനും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.